അല്ലാതെ എന്തെന്ന് പറഞ്ഞ അമ്മ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്റെ നേരം ഒന്ന് കുറ്റം പറഞ്ഞ പിന്നെ കേസൊക്കെ ആവും എനിക്ക് അറിഞ്ഞൂടെ. അധികം ഷോറൊക്കെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇയാള് പോടോ അച്ഛ വീട്ടിൽ കയറി വന്നിട്ട് എന്താണ് അതെ എനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ നീ മൂക്കെടുക്കാന്തോ? ഞാൻ എന്തെന്ന് പറയണ അമ്മ? ഇപ്പൊ അയാളോട് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ കുറ്റം പറഞ്ഞ എന്ത് ചെയ്യാൻ? നീ പോടാ. ഇപ്പൊ സമാധാനത്തിൽ പറഞ്ഞെങ്കിൽ അയാൾ ഒതുങ്ങൂലായിരുന്നു. അവര് ഫാമിലി ആയിട്ട് ഇങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പണിക്കൊക്കെ ഇറങ്ങും. ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തേന്. ഇനി എന്ത് ചെയ്യും എന്റെ ചേട്ടാ? എന്താണ് ഈ ചെയ്യാൻ പാടില്ല? എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. ഇവന് ഇത്രയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയാ പോരെ ഇവന്? എന്തിന്? ഫോട്ടോ എടുക്കാൻ. എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. ഇതൊക്കെ ഞാനെടുത്ത പിക്ചറാണ് സർ. എനിക്കിതൊരു ഹോബിയാണ്. ഓക്കെ. ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ഇതെൻ്റെ ഐ ഡി കാർഡാണ്. പിന്നെ സർ, ഞാനിത് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ റീൽസ് ആയിട്ട് ഫോട്ടോസ് ആക്കിയിട്ട് അപ്പം ഞാൻ സാറിന് 2 സ്റ്റിൽസ് എടുത്തോട്ടെ. ഓ എന്താ? ഓക്കെ. ഇത് സാറിൻ്റെ ബൈക്കിൽ തന്നെയാണ്? അതെ. സാർ ചേരുന്നു. സാർ ആ ഗ്ലാസ് നോക്കുമോ? ആ സൂപ്പർ. ഓക്കെ സാർ, ഇങ്ങോട്ട് നോക്കണ്ട സാർ, അങ്ങോട്ട് നോക്കിയാൽ മതി. ഇഷ്ടമുണ്ട് സാർ. സാർ എന്നെ ഒരു കാര്യം ഇടപെട്ടെ. സാർ ഇവിടെ ഒന്നിരിക്കുമോ? ഇരുന്നിട്ട് ഒരു കാല് നീട്ടി വെച്ച് ഒരു കാല് മടക്കി വെച്ചാൽ നല്ല ഭംഗിയുള്ള ഫോട്ടോ ഇട്ടു ഇങ്ങനെ. ആ യെസ്, ഇരുന്നോളൂ. ശരി, ഫ്രീ ആയിട്ടിരുന്നോളൂ, ഫ്രീ ആയിട്ടിരുന്നോളൂ. ആ ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഓക്കെ സാർ. സൂപ്പർ. സാർ, ഞാനിത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും. സാറിന് ഈ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സാറിൻ്റെ എൻ്റെ ഫോൺ നമ്പർ സാറൊന്ന് നോട്ട് ചെയ്താണ്. 9847 എനിക്കൊരു ഹായ് വിട്ടാൽ മതി, ഞാൻ ഫോട്ടോ അയച്ചു തരാം. താങ്ക് യു സാർ. താങ്ക്സ് സാർ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ, എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ സാറിൻ്റെ ഈ താടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സാറിന് 2 സ്റ്റിൽസ് എടുത്തോട്ടെ? വേണ്ട, സോറി. ഓക്കെ സാർ, നോ പ്രോബ്ലം. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. മേഡം ഇത് കണ്ടോ? ഇതൊക്കെ ഞാൻ ഈ ഗാർഡനിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ ഐ ഡി കാർഡ്, ആരോമൽ. അപ്പം മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ മാഡത്തിന് 2 ഫോട്ടോ എടുത്ത് തന്നോട്ടെ? തിരക്കുണ്ടോ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് വിടാം. ഓക്കെ, മാഡം ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ ഓക്കെ. ഈ മാഡം ഒന്ന് ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി നടന്നു വന്നാൽ മതി കേട്ടോ. നമുക്ക് റീൽസ് എടുക്കാം. യെസ്, സ്റ്റാർട്ട്. മാഡം ഇവിടെ നിൽക്കും. കൈ അവിടെ പിടിച്ചോളൂ. ഇത് അവിടെ ചാരി ഒന്നോളൂ. ശരിക്കും ആ ഫ്രീ ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആണെങ്കിലേ പ്ലീസ്. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. മാഡം ഒരു നോക്കൂ, എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പർ അല്ലേ മാഡം? അപ്പം ഞാനത് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സുകളാണ്. വിരോധമൊന്നുമില്ലല്ലോ? പിന്നെ മാഡത്തിന് ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ നോട്ട് ചെയ്തു. ആ അവിടെ ഇരിക്കാടാ.
എനിക്ക് മടുക്കേടാ. കുറെ കാലം ഞാൻ ഒരുപാട് സാധനത്തിനെ സെറ്റാക്കാൻ നോക്കി, ഒരെണ്ണം അങ്ങോട്ട് അടുക്കണില്ല. ആ വഴിയിൽ നോക്കിയാൽ മുഴുവൻ ചിക്കുകളാണ്. നമുക്ക് പാകത്തിന് ഒരെണ്ണം അവിടെ സെറ്റ് ആവണില്ല. ഇവിടെ ഈ പ്രായം തോന്നണ്ട എന്റെ മുഖത്ത്. ഇപ്പോഴും ചുള്ളനല്ലേ? എന്താന്നറിയില്ല. ഞാൻ ഒരാളങ്ങോട്ട് നൂലാക്കി വരും, ഒന്ന് സെറ്റാവും, മെസ്സേജൊക്കെ അയക്കും, അപ്പൊ പറയും എന്നെ ബ്രദറായിട്ടാ കാണണേന്ന്. ഇത് ഇവരുടെ ഞാനും കുറെ ട്രൈ ചെയ്ത്, പക്ഷെ ഇവരുടെ ആവശ്യം കാണാൻ വേണ്ടി മാത്രം നമ്മള് ബാക്കി ഒന്നിനും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എന്താന്ന് ഒന്നാമത്തെ ഇപ്പൊ പഴയ പോലെ പട്ടി പറ്റ പോലെ പെങ്കിടാങ്ങളില്ലല്ലോ. ഒന്നും രണ്ടും മക്കളേ ഉള്ളൂ, കുറവാണ്. ഇതൊക്കെ 7 8 ഒക്കെ ആകുമ്പോ ഓരോരുത്തരവന്മാര് സെറ്റാക്കി വെച്ചിരിക്കും. അത് ശരിയാണ്. നമുക്ക് ഇനി എണ്ണ ഉണ്ടാവൂലേ ഈ രാജ്യം? ഉണ്ടാവും. നമ്മള് തേടി പിടിച്ച് കണ്ടുപിടിച്ച് സെറ്റ് ആകണം. പക്ഷെ ഈ സ്റ്റൈല് പോയിട്ട് കാര്യമില്ല. വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ പോയി. ഞാൻ ഒരു ഹായ് വിട്ട തന്നെ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യണം. ആയൊന്നും വിടല്ലേട്ടാ. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞ ഈ പച്ച കത്തി കിടക്കൂലേ ഫേസ്ബുക്കില്, ഒരുവിധം പെണ്ണുങ്ങളുടെ പടം കാണുന്നിടത്തൊക്കെ ഹായ് വിടും. ഇപ്പൊ പൊരിഞ്ഞ തെറിയാണ്, ഒരാൾ മൈൻഡ് ചെയ്യാനല്ല. ഒന്നാമത് നമ്മള് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ നേരത്തെ തന്നെ ഉണ്ടല്ലോ, വേറെ ആളുണ്ടെന്ന് അങ്ങോട്ട് മുഖത്തടിച്ച പോലെ പറഞ്ഞേ. അതങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം. എനിക്ക് വേറെ വിദ്യ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നുമില്ല. പിന്നെ ചില ഊളകള് തേച്ചിട്ട് പോയാ പിന്നെ 2-3 കൊല്ലത്തൊക്കെ മുഖത്ത് നോക്കൂല. അവന്റെയൊക്കെ ദേശം നമ്മുടെ തേക്കും. എന്തായാലും പറഞ്ഞ ഒപ്പിക്കണോടെ ജീവിതം വെറുക്കണേ. അതെ. ഈ കള്ളു കുടിക്കും, വീട്ടിൽ പോയി കിടന്നു, അമ്മയുടെ കാശും കട്ടുകൊണ്ട് പോരും. ഇതിനൊരു സന്തോഷം വേണ്ടേ? വേണം. ഓരോരുത്തന്മാര് ചാറ്റ് ചെയ്യണോ കൊതിയാവും. നീ എന്തേലും ആലോചിക്ക്. നീ ബ്രഷ് മേടിച്ചാ? ബ്രഷ് മേടിച്ച് കാരണം സെറ്റ് ആക്കണമല്ലോ. ഇന്നാള് പല്ലിയാക്കാതെ അതിനോട് വർത്താനം പറയാൻ ഞാൻ നന്നാണ് കേസ് കൊടുത്തത്. അതൊരു ഉമ്മിക്കിരിയിരുന്നു പല്ലിന്റെ ഇടയിൽ. മാഡം ഒന്ന് സ്മൈൽ. ഓക്കേ ചക്കരേ അത് നോക്കി ഒന്ന് സൈഡ് ചെരിഞ്ഞു നിന്നോളൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇല്ല അവനെ ശ്രദ്ധിച്ചാ? അവനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇതുപോലെ പല പെങ്കിടാങ്ങളുടെ ഫോട്ടോ എടുക്കണം കേട്ടാ. മേഡം നോക്കൂ, കണ്ടാ കണ്ടടാ അവൻ പോയി വർത്താനം പറയണണ്ട. അവന്റെ ഭാഗ്യം തന്നെയല്ലേ? എന്താ പരിപാടി എന്നാവോ? ഇനി മേഡം ഒന്ന് ഇരിക്കൂ, അവിടെ ഇരുന്നോളൂ. നോക്കിയാ നമ്മുടെ പോലത്തെ ലുക്കില്ല. അവൻ ആ ബനിയന്റെ കളർ മാത്രമേ ഉള്ളൂ കേട്ടാ. പക്ഷെ അവന് സ്കില്ലുണ്ട്. സ്കില്ലുണ്ടാക്കിയോണ്ടാവണല്ലേ? അവൻ ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ സെറ്റാക്കാൻ സ്കില്ലാറ്റണ്ട. ഒരു പണി ചെയ്താലോ, നമുക്കൊന്ന് ചെന്ന് പരിചയപ്പെട്ടാലോ? എന്താ പരിപാടി എന്ന് ചോദിക്കാം. ഇതിന്റെ നേക്കൊക്കെ അറിഞ്ഞിരിക്കാല. വാവ്, സ്റ്റൈലിഷ്. ഇന്നലെ അവൻ ആ ബ്രോഡ്വേയിൽ നിന്നിട്ട് ഒരു അടിപൊളി സാധനത്തിന് വളക്കുണ്ടായടാ. പിന്നെ എന്തെല്ലാം പോസിൽ നിർത്തിയ ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഇന്നലെ ബ്രോഡ്വേ പോയി? ഒന്ന് ചെന്നിട്ടേ ഒന്ന് പരിചയപ്പെടാം, ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. ഓക്കെ മാഡം. ഓക്കെ. മാഡത്തിന് ഇപ്പൊ എത്ര പ്രായമുണ്ട്? 40. 40 ഒന്നും ആരും പറയില്ല കേട്ടോ മാഡം. ഈ ഫോട്ടോ പക്ഷെ നന്നായിട്ടുണ്ട്. എന്റെ ഫോട്ടോസ് ഇത്രയും ഭംഗിയാവാറില്ല. അതെ, ഞാൻ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. മാഡത്തിന് ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോ. എന്റെ വാട്സ്ആപ്പ് നമ്പർ തരാം, ഞാൻ അതിലേക്ക് അയച്ചു തരും. മാഡത്തിന്റെ പേരെന്താ? ജമ. 9472. ഇവിടെ ഞാൻ നൂലാക്കാൻ നോക്കിയിട്ട് തല വെട്ടിച്ചു പോയവളാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ കൊഞ്ചു ചോദിക്കാം. അതെ, നമ്മൾ ഈ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ ഈ ഫോട്ടോ എടുക്കണം, അവരുടെ അനുമതി ചോദിച്ചിട്ട്. അപ്പൊ അവര് നമ്പർ തരുമ്പോ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു പെട്ടെന്ന് സെറ്റ് ആവുമോ? നമ്മള് സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ പെൺപിള്ളാരോട് വന്ന് ചോദിക്കത്തില്ലേ, ഇങ്ങനെ ഫോട്ടോ എടുത്ത് തന്നിട്ട് ഇങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വൈറലായി സെറ്റായി ട്രെൻഡിങ് ആച്ചായി പോകും. എന്ത് ട്രെൻഡല്ലേ? അവൻ ഇങ്ങനെ ടൈറ്റാനിക്കിൽ ഇങ്ങനെ നിൽക്കൂല. അപ്പൊ പുറകിൽ ഇങ്ങനെ ആളുണ്ടെന്ന് ഓർത്താ മതി കേട്ടോ. ഇങ്ങനെ അനങ്ങല്ലേ, പുറകിൽ ഇങ്ങനെ ആളുണ്ടെന്ന് ഓർക്കണം. ആ ഒരു മൂഡിൽ നിന്നോട്ടാ. വൈറലാവുമല്ലോ ചേട്ടാ. പിന്നെ വൈറലാവില്ലേ? ഏതാണ് ഈ മരം കൊത്തി? ഇവൾ ഇങ്ങനെയാണെങ്കിൽ തള്ള എന്തായിരിക്കും? മതിയാ താടി ഇങ്ങനെ
അനക്കല്ലേ ഇതിങ്ങനെ കേട്ടെ ഇങ്ങനെ. ആ ഓക്കെ ആണോടാ? ഓക്കെയാണ്